എക്സസൈസ് 3.3 പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. 3.3 ഇതിൽ 25 പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ പ്രൂവ് ദാറ്റ്. ഇവിടെ ഞാൻ മുകളിൽ പി ടി എഴുതിയിട്ടില്ലേ? പി ടി എന്ന് വെച്ചാൽ എന്താ? പ്രൂവ് ദാറ്റ് സൈൻ സ്ക്വയർ പൈ ബൈ 6 പ്ലസ് കോസ് സ്ക്വയർ പൈ ബൈ 3 മൈനസ് ടാൻ സ്ക്വയർ പൈ ബൈ 4 ഈക്വൽ ടു -1/2. ഓക്കെ, നമ്മൾ എൽ എച്ച് എസ് സ്റ്റാർട്ട് ചെയ്യണം, ആർ എച്ച് എസിലേക്ക് എത്തണം. ഇപ്പൊ നമ്മൾ എൽ എച്ച് എസിൽ ഇരിക്കുന്ന വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കണം. സൈൻ സ്ക്വയർ പൈ ബൈ 6 ഉണ്ട്, സൈൻ പൈ ബൈ 6 കണ്ടുപിടിക്കണം, കോസ് പൈ ബൈ 3 കണ്ടുപിടിക്കണം, ടാൻ പൈ ബൈ 4 കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ട്രയാങ്കിൾ ആണ്. 2, 1, √3. ഇവിടെയാണ് നമ്മുടെ ആംഗിൾ പൈ ബൈ 3. ഇവിടെ നമ്മളെ പൈ ബൈ 6 ആണ്, ഇവിടെ ഇരിക്കുന്നത് പൈ ബൈ 3 ആണ്. ഓക്കെ, പൈ ബൈ 3 ആൻഡ് പൈ ബൈ 6. സൈൻ പൈ ബൈ 6 sin pi by 6 equal to opposite side divided by hypotenuse 1/2. Okay, cos pi by 3 is adjacent side divided by hypotenuse. Pi by 3 എന്ന് പറഞ്ഞ ആംഗിൾ ഇവിടെയാണ് ഇരിക്കുന്നത്, അതിന്റെ adjacent side 1 ആണ്. adjacent side 1 ആണ്, hypotenuse 2 1/2. tan pi by 4 ന്റെ വാല്യൂ നമുക്കറിയാം. tan pi by 4 is equal to 1. അപ്പോൾ നമ്മൾ LHS സ്റ്റാർട്ട് ചെയ്യണം. LHS സ്റ്റാർട്ട് ചെയ്യാം നമുക്കിപ്പോൾ. LHS ഈക്വൽ ടു സൈൻ സ്ക്വയർ പൈ ബൈ 6. അപ്പോൾ സൈൻ സ്ക്വയർ പൈ ബൈ 6 എന്ന് വെച്ചാൽ സൈൻ പൈ ബൈ 6 ഹോൾ സ്ക്വയർ ആണ്. സൈൻ പൈ ബൈ 6 ഹോൾ സ്ക്വയർ. നൗ സെക്കൻഡ് ടേം ഇസ് കോസ് പൈ ബൈ 3 ഹോൾ സ്ക്വയർ. തേർഡ് ടേം ഇസ് ടാൻ പൈ ബൈ 4 ഹോൾ സ്ക്വയർ. ഇനി ഓരോന്നിൻ്റെ വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സൈൻ പൈ ബൈ 6 ഇസ് 1/2. സോ 1/2 ഹോൾ സ്ക്വയർ പ്ലസ് cos pi by 3 1/2 whole square, tan pi by 4 is 1, so 1 square. Now 1/2 whole square is 1 square by 2 square, which is 1/4. Again 1/4 minus 1. 1/4 plus 1/4 is 2 into 1/4. രണ്ട് പ്രാവശ്യം 1/4 വരുന്നുണ്ട്. 1/4 plus 1/4 is 2 into 1/4. 2 into 1/4 is 1/2. So we get 1/2 minus 1. Half minus 1, which is minus 1/2. അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, 1 minus 2 divided by 2. ഇവിടെ ഡിനോമിനേറ്റർ 1 ആണ്, ഡിനോമിനേറ്റർ 2 ആയിട്ട് എടുത്തു. സോ വി ഹാവ് ടു ക്രോസ് മൾട്ടിപ്ലൈ. 1 into 1 is 1 minus 1 into 2 is 2. രണ്ടിന്റെയും ഡിനോമിനേറ്റർ 2 ആക്കി മാറ്റിയതാണ്. സോ 1 minus 2 divided by 2, which is equal to -1/2, which is equal to RHS. അപ്പോൾ പ്രൂവ് ദാറ്റ് പ്രോബ്ലം LHS സ്റ്റാർട്ട് ചെയ്തിട്ട് RHSലേക്ക് നമ്മൾ ഇപ്പോൾ എത്തി. ഹെൻസ് ദ പ്രൂഫ്. Now second problem, 2 sin square pi by 6 plus cosec square 7 pi by 6 into cos square pi by 3 equal to 3/2. ഓക്കെ, ഇവിടെ പ്രൊഡക്റ്റ് ആണ്. സെക്കൻഡ് ടേമിൽ ഇവിടെ ഇരിക്കുന്നത് പ്രൊഡക്റ്റ് ആണ്. അവിടെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും അവിടെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. cosec square 7 pi by 6 into cos square pi by 3 equal to 3/2. അപ്പോൾ നമ്മൾ ആദ്യം സൈൻ പൈ ബൈ 6 കണ്ടുപിടിക്കണം. 2, 1, √3 പൈ ബൈ 3 പൈ ബൈ 6. സൈൻ പൈ ബൈ 6ന്റെ വാല്യൂ ആണ്. സൈൻ പൈ ബൈ 6 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/2. കൊസീക്ക് 7 പൈ ബൈ 6 ആണ് ഇരിക്കുന്നേ. കൊസീക്ക് 7 പൈ ബൈ 6. 7 പൈ ബൈ 6നെ ശ്രദ്ധിക്കണേ, 7 പൈ ബൈ 6നെ 6 പൈ പ്ലസ് പൈ എന്ന് എഴുതണം. ഡിനോമിനേറ്റർ നോക്കിയിട്ടാണ് അങ്ങനെ എഴുതിയത്. ഡിനോമിനേറ്റർ 6 ആയതുകൊണ്ട് ഫസ്റ്റ് ടേം 6ന്റെ മൾട്ടിപ്പിൾ വരുന്ന പോലെ എഴുതണം. സോ ദിസ് ഇസ് 6 പൈ ബൈ 6 പ്ലസ് പൈ ബൈ 6. 6 പൈ ബൈ 6 പ്ലസ് പൈ ബൈ 6. ദാറ്റ് ഇസ് പൈ പ്ലസ് പൈ ബൈ 6. സോ 7 പൈ മുകളിൽ ഒന്ന് കൂടുതലാണ്, അപ്പോൾ പൈ പ്ലസ് പൈ ബൈ 6 വരും. അത് കൊണ്ടുവരേണ്ടത് ഇങ്ങനെയാണ്. 7 പൈ ഇസ് 6 പൈ പ്ലസ് പൈ ഹോൾ ഡിവൈഡ് ബൈ 6, which is 6 pi by 6 plus pi by 6, which is equal to pi plus pi by 6. Now cosec pi plus x is equal to, ഇവിടെ pi വന്നു കഴിഞ്ഞാൽ സെയിം ഫംഗ്ഷൻ വരും, cosec x വരും. ഇവിടെ pi ആണ് വരുന്നതെങ്കിൽ സെയിം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ വരും. ഇനി പൈ പ്ലസ് എക്സ് ഏത് ക്വാഡ്രന്റിലാന്ന് നോക്കണം. ഓക്കെ, പൈ പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് പൈ ആയി, കുറച്ചും കൂടി മുന്നോട്ട് പോകണം. അത് തേർഡ് ക്വാഡ്രന്റ് ആണ്. We have all silver teacups. In third quadrant, tan and cot are positive.
tan is positive. Okay, so in third quadrant cosec is negative. ഈ cosec ഈ ഫംഗ്ഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ മൈനസ് ഇടണം. cosec പൈ പ്ലസ് എക്സ് ഇസ് മൈനസ് cosec എക്സ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് cosec പൈ പ്ലസ് പൈ ബൈ 6 ആണ്. നമ്മൾ 7 പൈ ബൈ 6നെ പൈ പ്ലസ് പൈ ബൈ 6 എന്ന് എഴുതി. cosec പൈ പ്ലസ് എക്സ് ആ ഫോമുലാന്നിരിക്കുന്നേ, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് cosec പൈ ബൈ 6. ഈ എക്സ് ഉള്ള സ്ഥലത്ത് ഇവിടെ പൈ ബൈ 6 ആണ്. അപ്പോൾ മൈനസ് cosec എക്സിന് പകരം നമ്മൾ എഴുതേണ്ടത് മൈനസ് cosec പൈ ബൈ 6 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് cosec എന്ന് വെച്ചാൽ 1 ബൈ സൈൻ ആണ്. 1 ബൈ സൈൻ പൈ ബൈ 6. സൈൻ പൈ ബൈ 6ന്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇവിടെയുണ്ട്. സൈൻ പൈ ബൈ 6 ഇസ് 1 ബൈ 2. അപ്പോൾ 1 ബൈ 2ന്റെ റെസിപ്രോക്കൽ എഴുതണം. 1 ബൈ 2ന്റെ റെസിപ്രോക്കൽ മൈനസ് 2 ആണ്. ഓക്കെ, ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ടാണ് മൈനസ് വന്നേ. 1 ബൈ 2ന്റെ റെസിപ്രോക്കൽ 2 ആണ്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ മൈനസ് 2. ഓക്കെ, ഇനി നമ്മൾ ഒരു വാല്യൂം കൂടി കണ്ടുപിടിച്ചാലായി. കോസ് പൈ ബൈ 3. കോസ് പൈ ബൈ 3 എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് 1, ഹൈപ്പോട്ടന്യൂസ് 2. കോസ് പൈ ബൈ 3 1 ബൈ 2. അപ്പോൾ ഈ ഇക്വേഷനിലുള്ള എല്ലാ വാല്യൂസും നമ്മൾ കണ്ടുപിടിച്ചു. സൈൻ പൈ ബൈ 6 ഇസ് 1 ബൈ 2. cosec 7 പൈ ബൈ 6. cosec 7 pi by 6 is equal to minus 2 and cos pi by 3 equal to 1 by 2. എല്ലാ ടേംസിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി LHS എടുക്കാം, അതിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ LHS വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. LHS is equal to 2 sin square pi by 6 plus cosec square 7 pi by 6 into cos square pi by 3. LHS വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. 2 into sin pi by 6ന്റെ വാല്യൂ 1 by 2. cosec square 7 pi by 6ന്റെ വാല്യൂ നമ്മൾ മൈനസ് 2 എന്ന് കണ്ടുപിടിച്ചു. അതിന്റെ സ്ക്വയർ ആണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ വരുന്നത് cos square pi by 3 ആണ്. cos pi by 3 1 by 2 ആണ്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് 1 by 2ന്റെ സ്ക്വയർ. Now this is 2 into 1 by 2 square is 1 by 4 plus minus 2 square is 4 into 1 by 2 square is 1 by 4. Now 2 into 1 by 4 is 1 by 2 plus 4 divided by 4. 4 cancel ചെയ്ത് പോകും, 1 എന്ന് കിട്ടും. So we have 1 by 2 plus 1 which is 1 plus 2 divided by 2 which is equal to 3 by 2. ഓക്കെ, ഇവിടെ ഡിനോമിനേറ്റർ 1 ആണ്, ഡിനോമിനേറ്റർ 2 ആക്കുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 1 into 1 plus 2 into 1 ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. സോ വി ഗെറ്റ് 1 plus 2 whole divided by 2 which is equal to 3 by 2 which is equal to RHS. Now third one, prove that cot square pi by 6 plus cosec 5 pi by 6 plus 3 tan square pi by 6 equal to 6. അപ്പോൾ നമ്മൾ LHSൽ 3 വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. പൈ ബൈ 3 പൈ ബൈ 6 ഇരിക്കുന്ന വാല്യൂ കോട്ട് പൈ ബൈ 6 ആണ്. കോട്ട് പൈ ബൈ 6. കോട്ട് എന്ന് പറയുമ്പോൾ കോസ് ബൈ സൈൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് ഉപയോഗിക്കാം. കോട്ട് പൈ ബൈ 6, പൈ ബൈ 6ന്റെ അഡ്ജസൻറ്റ് സൈഡ് √3. ഓക്കെ, കോട്ട് എന്ന് പറയുമ്പോൾ കോസ് പൈ ബൈ 6 ഡിവൈഡ് ബൈ സൈൻ പൈ ബൈ 6 അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ കോസ് മുകളിൽ വരുന്നത് കൊണ്ട് മുകളിൽ അഡ്ജസൻറ്റ് സൈഡ് വരും. അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് വരും. സോ √3 by 1 വിച്ച് ഇസ് ഈക്വൽ ടു √3. ഇനിയുള്ളത് കൊസീക്ക് 5 പൈ ബൈ 6 ആണ്. 5 പൈ ബൈ 6നെ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയായിരിക്കും? 6 പൈ മൈനസ് പൈ ബൈ 6 എന്ന് എഴുതണം. 5 പൈ കിട്ടാൻ നമ്മൾ 6 പൈ ഒരു പൈ മൈനസ് ചെയ്താൽ മതി. 6 പൈ മൈനസ് പൈ 6ന്റെ മൾട്ടിപ്പിൾ പോലെ എഴുതണം. 6 പൈ ബൈ 6 മൈനസ് പൈ ബൈ 6 വിച്ച് ഇസ് ഈക്വൽ ടു പൈ മൈനസ് പൈ ബൈ 6. പൈ മൈനസ് പൈ ബൈ 6. Now we have cosec pi minus x is cosec pi minus x is equal to cosec x. ഇവിടെ പൈ വന്നു കഴിഞ്ഞാൽ സെയിം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് വരുന്നത്. പിന്നെ പൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റ് ആണെന്ന് ആലോചിക്കണം. പൈ എന്ന് പറയുമ്പോൾ 180 ഒരു കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ ആ ആംഗിൾ വരുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. ഇവിടെ നിന്ന് ഇവിടത്തേക്ക് പൈ കുറച്ച് കുറയുമ്പോൾ അത് വരുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് സൈൻ ആൻഡ് കൊസീക്ക് ആർ പോസിറ്റീവ്. ഈ കൊസീക്ക് എക്സ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മുടെ ആൻസർ കൊസീക്ക് എക്സ് ആണ്.
അതായത് കൊസീക്ക് പൈ മൈനസ് പൈ ബൈ 6 cosec pi minus pi by 6 is equal to cosec pi by 6. Cosec pi by 6 which is 1 by sin pi by 6. Sin pi by 6 is 1 by 2. Its reciprocal is 2. Cosec pi by 6 is 2. Okay, sin pi by 6 ന്റെ വാല്യൂ 1 by 2 ആയതുകൊണ്ട് അതിന്റെ റെസിപ്രോക്കൽ വരും, അത് 2 ആണ്. ഇനി ഇവിടെ ഇരിക്കുന്നത് tan pi by 6 ന്റെ വാല്യൂ ആണ്. Tan theta is opposite side divided by adjacent side. Tan pi by 6 is equal to 1 by root 3. Okay, tan pi by 6 sin by cos ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് വരും 1 by root 3 വരും. 1 by root 3. സോ സ്റ്റാർട്ട് വിത്ത് LHS. LHS എന്ന് തുടങ്ങാം. അപ്പോൾ LHS നിങ്ങൾ ആ ഇക്വേഷൻ അതുപോലെ ഇവിടെ എഴുതണം. ഞാൻ ആ ഒരു ലൈന് സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ലൈനിലേക്ക് പോവാണ്. ഓക്കെ, നിങ്ങൾ എഴുതുമ്പോൾ LHS ഈക്വൽ ടു cot സ്ക്വയർ പൈ ബൈ 6 പ്ലസ് കൊസീക് 5 പൈ ബൈ 6 പ്ലസ് 3 ടാൻ സ്ക്വയർ പൈ ബൈ 6 എന്ന് എഴുതണം. അതിനുശേഷം എഴുതേണ്ടത് കോട്ട് പൈ ബൈ 6 റൂട്ട് 3 ആണ്. കോട്ട് സ്ക്വയർ ഉള്ളത് കൊണ്ട് റൂട്ട് 3 സ്ക്വയർ പ്ലസ് കൊസീക് 5 പൈ ബൈ 6. കൊസീക് 5 പൈ ബൈ 6ന്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് 2 ആണ്. സോ 2 പ്ലസ് 3 ടാൻ പൈ ബൈ 6ന്റെ വാല്യൂ. ടാൻ പൈ ബൈ 6 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 1 ബൈ റൂട്ട് 3. 3 ഇൻറ്റു 1 ബൈ റൂട്ട് 3 അതിൻ്റെ സ്ക്വയർ ഉണ്ട്, ടാൻ സ്ക്വയർ ഉണ്ട്. അപ്പോൾ 1 ബൈ റൂട്ട് 3 സ്ക്വയർ. നൗ റൂട്ട് 3 സ്ക്വയർ ഇസ് 3 പ്ലസ് 2 പ്ലസ് 3 ഇൻറ്റു 1 by root 3 whole square, that is 1 square by root 3 square, which is 1 by 3. So this is equal to 3 plus 2 plus 3 cancel ചെയ്തു പോകും, 1 എന്ന് കിട്ടും. 3 plus 2 plus 1 is 6, which is equal to RHS. ഓക്കെ, നോട്ട്സിൽ എഴുതിയേക്കണേ, ഇപ്പം തന്നെ എഴുതിക്കോളൂ. ക്ലാസ്സിൻ്റെ ഒന്നിച്ചെന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അതിനുശേഷം എല്ലാം ഒന്നും കൂടി സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. Now fourth one, prove that 2 sin square 3 pi by 4 plus 2 cos square pi by 4 plus 2 sec square pi by 3 equal to 10. ഇപ്പോൾ നമ്മൾ ട്രയാങ്കിൾ ഉപയോഗിക്കാം. 2 1 റൂട്ട് 3, ഇവിടുത്തെ ആംഗിൾ പൈ ബൈ 3, ഇവിടെ വരുന്ന ആംഗിൾ പൈ ബൈ 6. ഇപ്പോൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഏതാ? സൈൻ 3 പൈ ബൈ 4 കണ്ടുപിടിക്കണം. സൈൻ 3 പൈ ബൈ 4 ഈക്വൽ ടു സൈൻ 4 പൈ മൈനസ് പൈ ഡിവൈഡഡ് ബൈ 4. 3 പൈനെ 4 പൈ മൈനസ് പൈ എന്ന് എഴുതാം. സോ ദിസ് is equal to സൈൻ 4 പൈ ഡിവൈഡ് ബൈ 4 മൈനസ് പൈ ബൈ 4, വിച്ച് is equal to സൈൻ പൈ മൈനസ് പൈ ബൈ 4. സൈൻ പൈ മൈനസ് എക്സ് പോലെയാണ് ഇരിക്കുന്നത്. സൈൻ പൈ മൈനസ് എക്സ് ഇസ് സൈൻ എക്സ്. സോ സൈൻ പൈ ബൈ 4, പിന്നെ സൈനും പോസിറ്റീവ് തന്നെ വരും, കാരണം പൈ മൈനസ് പൈ ബൈ 4 എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്, അവിടെ സൈൻ പോസിറ്റീവ് ആണ്. പൈ മൈനസ് പൈ ബൈ 4 ഇസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് സൈൻ ഇസ് പോസിറ്റീവ്. സോ സൈൻ പൈ ബൈ 4 വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 2. ഓക്കെ, അപ്പോൾ ആദ്യത്തിൻ്റെ വാല്യൂ ആയി. കോസ് പൈ ബൈ 4ന്റെ വാല്യൂ നമുക്കറിയാം, അതും 1 ബൈ റൂട്ട് 2 ആണ്. ഇനി ഇരിക്കുന്നത് സീക്ക് പൈ ബൈ 3 ആണ്. സീക്ക് പൈ ബൈ 3 എന്ന് പറയുമ്പോൾ കോസ് പൈ ബൈ 3യുടെ റെസിപ്രോക്കൽ ആണ്. കോസ് പൈ ബൈ 3 is 1 by 2. So sec pi by 3 is 2. Cos pi by 3 adjacent side divide by hypotenuse. Sec എന്ന് പറയുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ 2 എന്ന് വരും. അപ്പോൾ ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമ്മൾ LHS വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ആവശ്യമുള്ള വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചു. LHS വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. LHS is 2 sin square 3 pi by 4 plus 2 cos square pi by 4 plus 2 sec square pi by 3. That is equal to, അപ്പോൾ നമ്മൾ ഈ വാല്യൂസ് ഒക്കെ കണ്ടുപിടിച്ചു. ആദ്യത്തേത് sin 3 pi by 4 is 4 pi minus pi by 4, which is pi minus pi by 4, which is sin pi by 4 1 by root 2 ആണ് കിട്ടിയത്. So 1 by root 2 whole square. 1 by root 2 whole square. 2 into cos pi by 4 is 1 by root 2. So 1 by root 2 whole square plus 2 into sec pi by 3 is 2. So 2 square. Sec square ഉണ്ട്, അതുകൊണ്ട് 2 square.
Now 1 by root 2 square is 1 square divided by root 2 square. That is 2 into 1 by 2. Root 2 ന്റെ square 2 വരും. Again 2 into 1 by 2 plus 2 into 2 square is 4. 2 into 4. Now this is equal to 2 cancel ചെയ്ത് പോയിട്ട് 1 എന്ന് കിട്ടും. ഇവിടെയും 2 cancel ചെയ്ത് പോയിട്ട് 1 എന്ന് കിട്ടും. 2 into 4 is 8. 1 plus 1 plus 8 is 10, which is equal to RHS. Now fifth one, find sin 75 degree. അതിൽ second one tan 15 degree. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ tan 13 pi by 12 നടന്ന പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അതിൽ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് tan 15 ഡിഗ്രി ആണ് വന്നത്. tan 15 ഡിഗ്രി അത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാ? tan 45 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി. അതിൻ്റെ ആൻസർ 2 മൈനസ് റൂട്ട് 3. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും കൂടി കണ്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഇത് ഡിറൈവ് tan x മൈനസ് വൈ ഇക്വേഷൻ ഉപയോഗിക്കണം. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ആൻസർ ഇവിടെ കണ്ടുപിടിക്കാം. സൈൻ 75 ഡിഗ്രി. 75 ഡിഗ്രീനെ എങ്ങനെ എഴുതണം? 45 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി എന്ന് എഴുതണം. എന്നിട്ട് സൈൻ എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷൻ ഉപയോഗിക്കണം. സൈൻ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. സോ സൈൻ 75 ഡിഗ്രി ഇസ് ഈക്വൽ ടു സൈൻ 45 പ്ലസ് 30 ഡിഗ്രി എന്ന് എഴുതിയിട്ടുണ്ട് നമ്മൾ. 45 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി. അപ്പോൾ എക്സ് ഉള്ള സ്ഥലത്ത് 45 ഡിഗ്രി കൊടുക്കണം, വൈ ഉള്ള സ്ഥലത്ത് 30 ഡിഗ്രി കൊടുക്കണം. സൈൻ 45 ഡിഗ്രി കോസ് 30 ഡിഗ്രി പ്ലസ് കോസ് 45 ഡിഗ്രി സൈൻ 30 ഡിഗ്രി. കോസ് സൈനിൻ്റെ 45 ഡിഗ്രിയിൽ വരുന്ന വാല്യൂ സൈൻ 45 ഡിഗ്രി is 1 by root 2. കോസ് 45 ഡിഗ്രി is also 1 by root 2. സെയിം വാല്യൂ ആണ് പൈ ബൈ 4 എടുക്കുന്നത്. സൈൻ 45 ഡിഗ്രി is equal to cos 45 ഡിഗ്രി which is equal to 1 by root 2. ഇനി പൈ ബൈ 3 വരുമ്പോൾ പൈ ബൈ 3 ഇവിടെയാണ്. പൈ ബൈ 6 2 1 root 3 ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ബൈ ഹാർട്ട് ആയിട്ടുണ്ടാവും അല്ലേ. കോസ് 30 ഡിഗ്രി, cos 30 is adjacent side by hypotenuse root 3 by 2. Sin 30 is opposite side divided by hypotenuse 1 by 2. ഇവിടെ ഡിനോമിനേറ്റർ 2 root 2 ആണ്. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം. 1 into root 3 is root 3. root 2 into 2 is 2 root 2. രണ്ടാമത്തെ ടേമിലും ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 1 into 1 is 1. root 2 into 2 is 2 root 2. ഡിനോമിനേറ്റർ സെയിം ആണ്. സോ 2 root 2 ഡിനോമിനേറ്റർ എടുക്കുക, ന്യൂമറേറ്റർ ആഡ് ചെയ്യുക, root 3 plus 1. So sin 75 degree is equal to root 3 plus 1 divided by 2 root 2. ഓക്കെ, ഇങ്ങനെ ചെയ്യാൻ പഠിച്ചു വെച്ചേക്കണം. വാല്യൂ ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ ചെയ്യേണ്ട മെത്തേഡ് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. Now sixth one, prove the following. ഇനി നമ്മൾ ഇപ്പോൾ ഇതുവരെ ചെയ്ത പ്രോബ്ലം ആംഗിൾ വെച്ചിട്ടാണ്. ഓക്കെ, സൈൻ പൈ ബൈ 4 കോസ് പൈ ബൈ 4 അതൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ആ പ്രോബ്ലം ഒക്കെ ചെയ്തത്. ഇനി വരുന്ന പ്രോബ്ലത്തിൽ നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ്. 6 മുതൽ അങ്ങോട്ട് വരുന്നത് നമ്മൾ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ്, ട്രിഗ്നോമെട്രിക് ഫോർമുലാസ് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ പ്രൂവ് ചെയ്യണം. അപ്പോൾ LHS സ്റ്റാർട്ട് ചെയ്തിട്ട് RHSലേക്ക് പോകണം. LHS ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ, ആദ്യത്തെ LHSൽ ആദ്യത്തെ 2 ടേംസ് കോസ് ആണ്. പിന്നെ വരുന്ന 2 ടേംസ് സൈൻ ആണ്. അതായത് ഞാനിവിടെ ഒരു ഇക്വേഷൻ എഴുതാം. കോസ് എക്സ് കോസ് വൈ രണ്ടും കോസാ വരുന്നത്. ഓക്കെ, കോസ് എക്സ് കോസ് വൈ. പിന്നെ വരുന്നത് സൈൻ എക്സ് സൈൻ വൈ ഇതുപോലെയാണ് വരുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയും എഴുതാം, കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഇതുപോലെ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഈ ആദ്യത്തെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. കോസ് എക്സ് കോസ് വൈ 2 കോസ് ടേം ഒന്നിച്ച് വരും, നടുക്ക് മൈനസ് വരും, പിന്നെ സൈനും സൈനും ഒന്നിച്ച് വരും. അത് ഏതിൻ്റെ എക്സ്പാൻഷനാ? ഓർമ്മയുണ്ടോ? കോസ് എക്സ് പ്ലസ് വൈയുടെ എക്സ്പാൻഷനാണ്. ഓക്കെ, നമ്മൾ പഠിക്കുമ്പോൾ LHS RHS അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് പഠിച്ചത്. പക്ഷെ അപ്ലൈ ചെയ്യുമ്പോൾ തിരിച്ചൊക്കെ വരാം. നമ്മൾ പഠിച്ചത് എന്താ? കോസ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു
കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷനാണ്. ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമ്മൾ ഈ ടൈപ്പ് ഇക്വേഷൻസ് എല്ലാം അപ്ലൈ ചെയ്യേണ്ടി വരും. കോസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. അപ്പോൾ ഇവിടെ ഞാൻ എയും ബിയും ആയിട്ട് എടുക്കുവാണേ. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈ ബൈ 4 മൈനസ് എക്സിനെ ഇ ആയിട്ട് എടുത്തു, ഈ ടേമിനെ ഇ ആയിട്ട് എടുത്തു. ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈ ബൈ 4 മൈനസ് വൈ, ഈ രണ്ടാമത്തെ ടേമിൽ ഈ പൈ ബൈ 4 മൈനസ് വൈനെ ബി ആയിട്ട് എടുത്തു. അതേ ടേംസ് ആണ് ഇവിടെയും വരുന്നത്, പൈ ബൈ 4 മൈനസ് എക്സ്, പൈ ബൈ 4 മൈനസ് വൈ. അതിനെ എയും ബിയും ആയിട്ട് എടുത്താൽ ഈ എക്സ്പ്രഷൻ LHS ഇരിക്കുന്നത് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി വിച്ച് ഇസ് ഈക്വൽ ടു കോസ് എ പ്ലസ് ബി. ഈ ഇക്വേഷൻ നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ പിന്നെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഈ ഇക്വേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. പ്രോബ്ലം കാണുമ്പോൾ ഈ ഇതാണ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് നമ്മളെ മനസ്സിലേക്ക് വരണം. അപ്പോൾ നമ്മൾ LHS വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് എ ഈക്വൽ ടു പൈ ബൈ 4 മൈനസ് എക്സ്, ബി is equal to പൈ ബൈ 4 മൈനസ് വൈ. അപ്പോൾ LHS ഇരിക്കുന്നത് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി വിച്ച് ഇസ് ഈക്വൽ ടു കോസ് എ പ്ലസ് ബി, കോസ് എ പ്ലസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു കോസ് പൈ ബൈ 4 മൈനസ് എക്സ്, ഇത് എ ആണ്, പ്ലസ് ബി പൈ ബൈ 4 മൈനസ് വൈ. Now this is equal to cos pi by 4 plus pi by 4 ഉണ്ട്, that is 2 into pi by 4. പിന്നെ ഇരിക്കുന്നത് മൈനസ് എക്സ് മൈനസ് വൈ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു കോസ് 2 ക്യാൻസൽ ചെയ്ത് പോകും, പൈ ബൈ 2 എന്ന് വരും. മൈനസ് സൈന് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും. മൈനസ് എക്സ് മൈനസ് വൈ അല്ലേ ഇരിക്കുന്നേ, ആ മൈനസ് സൈന് പുറത്തേക്ക് എടുക്കണം, മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും. പിന്നെ ഒന്നും കൂടി ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇക്വേഷനാണ് ഞാനിപ്പോൾ ചോദിക്കാൻ പോകുന്നത്. കോസ് പൈ ബൈ 2 മൈനസ് എക്സ്, കോസ് പൈ ബൈ 2 മൈനസ് എക്സ് എന്താ പറഞ്ഞേ നോക്കട്ടെ. പൈ ബൈ 2 വന്നാൽ എന്താവണം, കോസ് മാറിയിട്ട് ഏത് ഫംഗ്ഷൻ വരണം, സൈൻ എക്സ് വരും. കോസ് പൈ ബൈ 2 മൈനസ് എക്സ് സൈൻ എക്സ്. ഇനി പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആർ പോസിറ്റീവ്. കോസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇപ്പുറത്തെ ആൻസറും പോസിറ്റീവ് തന്നെ ആയിരിക്കും, സൈൻ എക്സ് കിട്ടും. പൈ ബൈ 2 90 ഡിഗ്രിന്ന് കുറച്ച് കുറക്കും, അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും. പൈ ബൈ 2 മൈനസ് എക്സ് ഇസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്, കോസ് ഇസ് പോസിറ്റീവ്, സോ ആൻസർ ഇസ് സൈൻ എക്സ്. അതുപോലെ ഇരിക്കുന്ന എക്സ്പ്രഷനാണ് ഇത്. പൈ ബൈ 2 മൈനസ് എക്സ് പോലെ, എക്സ് ഉള്ള സ്ഥലത്ത് എക്സ് പ്ലസ് വൈ ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, പൈ ബൈ 2 മൈനസ് എക്സ്, കോസ് പൈ ബൈ 2 മൈനസ് എക്സ് ഇസ് കോസ് എക്സ്, സോറി കോസ് പൈ ബൈ 2 മൈനസ് എക്സ് ഇസ് സൈൻ എക്സ്. ഇവിടെ കോസ് പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് വൈ ആണ്. ഈ എക്സിന് പകരം ഇവിടെ എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും, സൈൻ എക്സ് പ്ലസ് വൈ. എക്സ് ഉണ്ടെങ്കിൽ സൈൻ എക്സ് വരും, എക്സ് പ്ലസ് വൈ ആണ് ഇരിക്കുന്നതെങ്കിൽ സൈൻ എക്സ് പ്ലസ് വൈ എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു RHS. Now seventh one, tan pi by 4 plus x divided by tan pi by 4 minus x equal to 1 plus tan x divided by 1 minus tan x whole square. അപ്പോൾ നമുക്ക് LHS വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. tan pi by 4 plus xന്റെ എക്സ്പാൻഷൻ എഴുതണം. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് tan x plus yയുടെ ഇക്വേഷൻ ആണ്. tan x plus y, tan x plus y is equal to tan x plus tan y, tan x plus tan y divided by 1 minus tan x tan y, 1 minus tan x tan y. ഇനി ഡിനോമിനേറ്ററിൽ tan x minus yയുടെ ഇക്വേഷൻ ഉപയോഗിക്കണം. tan x minus y വന്നാൽ ന്യൂമറേറ്ററിൽ നെഗറ്റീവ് വരും, ഡിനോമിനേറ്ററിൽ പോസിറ്റീവ് വരും. അതൊന്ന് ഓർത്തിട്ട് അപ്ലൈ ചെയ്താൽ മതി. ന്യൂമറേറ്ററിന് tan x plus y, x ഉള്ള സ്ഥലത്ത് പൈ ബൈ 4 ആണ്, സോ tan പൈ ബൈ 4 പ്ലസ് tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan പൈ ബൈ 4 tan x. ഇതാണ് ന്യൂമറേറ്ററിന്റെ എക്സ്പാൻഷൻ. ഇനി ഡിനോമിനേറ്റർ tan x മൈനസ് y പോലെയാണ് ഇരിക്കുന്നത്. അവിടെ tan പൈ ബൈ 4 മൈനസ് tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan പൈ ബൈ 4 tan x എന്ന് വരും. ന്യൂമറേറ്ററിന് ഇവിടെ മുകളിലിരിക്കുന്ന ഇതുപോലെ വരും.
ഡിനോമിനേറ്റർ ടാൻ എക്സ് മൈനസ് വൈ ആണ്. അപ്പോൾ ഈ എക്സ്പ്രഷൻ വരും. ഇനി ടാൻ പൈ ബൈ ഫോറിന്റെ വാല്യൂ നമുക്കറിയാം. ടാൻ പൈ ബൈ ഫോർ 1 ആണ്. അപ്പോൾ ന്യൂമറേറ്റർ 1 പ്ലസ് ടാൻ എക്സ് വരും. 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ ഇതിന്റെ വാല്യൂ 1 ആണ്. ടാൻ പൈ ബൈ ഫോർ 1 ആണ്. 1 ഇൻറ്റു ടാൻ എക്സ് ഇസ് ടാൻ എക്സ്. അവിടെ ഡിനോമിനേറ്റർ 1 മൈനസ് ടാൻ എക്സ് എന്ന് വരും. ഇനി ഇവിടെ 1 മൈനസ് ടാൻ എക്സ് വരും. അതിന്റെ ഡിനോമിനേറ്റർ 1 പ്ലസ് ടാൻ എക്സ് എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു എഴുതണം. ഓക്കെ, ഇവിടെ ഡിവൈഡഡ് ബൈ ആണുള്ളത്. ഇൻറ്റു എഴുതുന്ന സമയത്ത് ഈ ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ എഴുതണം. 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ്. ഓക്കെ, ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ എഴുതണം. ഇനി ന്യൂമറേറ്റർ ഒന്ന് ശ്രദ്ധിച്ചേ. 1 plus tan x into 1 plus tan x, which is equal to 1 plus tan x whole square. Denominator 1 minus tan x into 1 minus tan x, which is 1 minus tan x whole square. So this is equal to 1 plus tan x divided by 1 minus tan x whole square. Okay, മുകളിൽ സ്ക്വയർ ഉണ്ട്, താഴത്തെ ടേമിന്റെ സ്ക്വയർ ആയിരിക്കണേ. So we get 1 plus tan x divided by 1 minus tan x whole square, which is equal to RHS. Now next one, prove that cos pi plus x cos of minus x divided by sin pi minus x cos pi by 2 plus x equal to cot square x. അപ്പോൾ നമ്മൾ LHS വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം നമ്മൾ cos pi plus xന്റെ വാല്യൂ കണ്ടുപിടിക്കാം. cos pi plus x, ഇവിടെ പൈ ആന്നിരിക്കുന്നേ. അപ്പോൾ സെയിം ഫംഗ്ഷൻ വരും, cos x തന്നെ വരും. പിന്നെ നോക്കേണ്ടത് പൈ പ്ലസ് എക്സ് ഏത് ക്വാഡ്രന്റിലാന്ന് നോക്കണം. പൈ പ്ലസ് എക്സ് വരുന്നത് തേർഡ് ക്വാഡ്രന്റിലാണ്. ഇൻ തേർഡ് ക്വാഡ്രന്റ് ടാൻ ഇസ് പോസിറ്റീവ്. ഓൾ സിൽവർ ടീ കപ്സ്. ടാൻ പോസിറ്റീവ് ആണ്, കോസ് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഇവിടെ മൈനസ് സൈൻ ഇടാം. മൈനസ് കോസ് എക്സ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ അറിയാം. കോസ് ഓഫ് മൈനസ് എക്സ് ഇസ് കോസ് എക്സ്. കോസ് ഓഫ് മൈനസ് എക്സ് ഇസ് കോസ് എക്സ്. അപ്പോൾ രണ്ടാമത്തെ ടേം കോസ് എക്സ് വരും. ഇനി സൈൻ പൈ മൈനസ് എക്സ്, ഇവിടെ പൈ ആയതുകൊണ്ട് സെയിം ഫംഗ്ഷൻ വരും, സൈൻ എക്സ് വരും. ഇനി പൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. പൈ 180, അതിന് കുറച്ചു. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് സൈൻ ഇസ് പോസിറ്റീവ്. അപ്പോൾ നമ്മുടെ ആൻസർ സൈൻ എക്സ് തന്നെയാണ്. ഇനി ഈ സെക്കൻഡ് ടേം, ഡിനോമിനേറ്ററിലെ സെക്കൻഡ് ടേമിൽ കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് ആണ്. ഇവിടെ പൈ ബൈ 2 ഉണ്ട്. പൈ ബൈ 2 വന്നാൽ കോ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് വരുന്നത്, സൈൻ എക്സ് എന്ന് വരും. ഓക്കെ, കോ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ സൈൻ എക്സ് വരും. പിന്നെ ഈ പൈ ബൈ 2 പ്ലസ് എക്സ് എന്ന് വെച്ചാൽ സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് വരും. പൈ ബൈ 2 90 ഡിഗ്രി പ്ലസ് എക്സ് പ്ലസ് ഒരു നമ്പർ, അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. അവിടെ ഈ കോസ് നെഗറ്റീവ് ആണ്. കോസ് അവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് സൈൻ എക്സ് എന്ന് വരും. കോസ് ഓഫ് പൈ ബൈ 2 പ്ലസ് എക്സ് ഇസ് മൈനസ് സൈൻ എക്സ്. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് സൈൻ സ്ക്വയർ എക്സ്. സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് സൈൻ സ്ക്വയർ എക്സ്. ഈ മൈനസ് സൈൻ ആദ്യം കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ നമുക്ക് ആ മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്തു പോകും. കോസ് സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഇസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഹോൾ സ്ക്വയർ. Now cos by sin is cot, so cot x whole square or cot square x, which is equal to RHS. Prove that cos 3 pi by 2 plus x cos 2 pi plus x into cot 3 pi by 2 minus x plus cot 2 pi plus x equal to 1. ഓക്കെ, അപ്പോൾ നമ്മൾ LHS വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടുത്തെ ടേംസ് ഒന്ന് ശ്രദ്ധിച്ചേ. ഫസ്റ്റ് ടേം കോസ് 3 പൈ ബൈ 2 പ്ലസ് എക്സ് ഇൻറ്റു കോസ് 2 പൈ പ്ലസ് എക്സ് ആണ്. രണ്ടാമത്തത് ഒരു ബ്രാക്കറ്റ് ആണ്. ബ്രാക്കറ്റിൻ്റെ അകത്ത് രണ്ട് ടേംസ് ഉണ്ട്, നടുക്കൊരു പ്ലസ് സൈനാണുള്ളത്. അപ്പോൾ അവിടെ പ്ലസ് ഉള്ളത് പ്ലസ് തന്നെ ഇടണം, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. അപ്പോൾ നമുക്ക് LHS വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. LHSൽ ഫസ്റ്റ് ടേം വരുന്നത് കോസ് 3 പൈ ബൈ 2 പ്ലസ് എക്സ് ആണ്. 3 പൈ ബൈ 2 വന്നാൽ കോ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ വരും. കോസ് മാറിയിട്ട് സൈൻ ആയിട്ട് വരും. കോസ് ഉള്ളത് സൈൻ ആയിട്ട് വരും. ഇനി നമ്മൾ നോക്കേണ്ടത് 3 പൈ ബൈ 2 പ്ലസ് എക്സ് ഏത് ക്വാഡ്രന്റാ? 3 പൈ ബൈ 2 എന്ന് പറയുമ്പോൾ ഇവിടം വരെ വന്നു. പിന്നെ പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് പോകും. അവിടെ കോസ് പോസിറ്റീവ് ആണ്.
അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആണ്, സൈൻ എക്സ് കിട്ടും. cos 3π/2 പ്ലസ് എക്സ് സൈൻ എക്സ്. രണ്ടാമത്തെ ടേം cos 2π പ്ലസ് എക്സ് ആണ്. 2πയുടെ കൂടെ വന്നാൽ സെയിം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, സോ cos എക്സ് വരും. ഇനി നമ്മൾ നോക്കേണ്ടത് 2π പ്ലസ് എക്സ് എവിടെയുണ്ട്. 2π എന്ന് പറയുമ്പോൾ ഒരു ഫുൾ റൊട്ടേഷനായി. പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ക്വാഡ്രന്റ് വന്നു. ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് ഓൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആർ പോസിറ്റീവ്, സോ ദിസ് cos is പോസിറ്റീവ്, സോ ആൻസർ ഇസ് cos എക്സ്. cos എക്സ് മാത്രം അവിടെ ഉണ്ടാകും, മൈനസ് ഇടേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, cos പോസിറ്റീവ് ആണ്, സോ ആൻസർ ഇസ് cos എക്സ്. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റിന്റെ അകത്ത് എന്ത് വരുന്നത് നോക്കാം. cot 3π/2 മൈനസ് എക്സ്, 3π/2 വന്നതുകൊണ്ട് കോ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ വരും. കോട്ടിന്റെ കോ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഇസ് tan എക്സ് വരും, tan എക്സ്. ഇനി 3π/2 മൈനസ് എക്സ് എന്ന് വെച്ചാൽ 3π/2 ആയി. കുറച്ച് കുറക്കണം, മൈനസ് എക്സ്. അത് ഇരിക്കുന്നത് തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഈ ടേം കോട്ട പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ ടാൻ പോസിറ്റീവ് ആയിട്ട് തന്നെ ഇരിക്കണം. ഇനി ലാസ്റ്റ് ടേം കോട്ട് 2π പ്ലസ് എക്സ്, ഇവിടെ 2π ആയതുകൊണ്ട് കോട്ട് എക്സ് തന്നെ വരും. ഇനി 2π പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ ഒരു ഫുൾ റൊട്ടേഷൻ ആയിട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോകുന്നതാണ്. അത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും. 2π plus x is in first quadrant. In first quadrant all trigonometric functions are positive, so cot is positive, so answer is cot x. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ sin x cos x ഉണ്ട്. ഈ tan xന് പകരം sin x ഡിവൈഡഡ് ബൈ cos x എന്ന് എഴുതണം. cot xന് പകരം cos x ഡിവൈഡഡ് ബൈ sin x എന്ന് എഴുതണം. So this is equal to sin x cos x. ഇനി ഇവിടെ ഡിനോമിനേറ്ററിൽ നമ്മൾ എടുക്കേണ്ടത് cos x ഇൻറ്റു sin x ആണ്. രണ്ട് ടേംസിന്റെ ഡിനോമിനേറ്റർ രണ്ട് വ്യത്യസ്തമായ ടേംസ് ആണ്. കോസും സൈനാണ് ഇരിക്കുന്നത്. അതിന്റെ പ്രൊഡക്റ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ sin xനെ ഈ sin x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. sin x ഇൻറ്റു sin x ഇസ് sin സ്ക്വയർ x പ്ലസ് cos x ഇൻറ്റു cos x ഇസ് cos സ്ക്വയർ x. അപ്പോൾ ഇവിടെ ഈ sin x cos x ഉം ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന sin x ഉം cos x ഉം, ഓക്കെ, ന്യൂമറേറ്ററിൽ sin x cos x ഉണ്ട്, ഡിനോമിനേറ്ററിലും sin x cos x ഉണ്ട്. അത് ക്യാൻസൽ ചെയ്ത് പോകും. സോ വി ഹാവ് sin സ്ക്വയർ x പ്ലസ് cos സ്ക്വയർ x എന്ന് കിട്ടി. ഓക്കെ, sin സ്ക്വയർ x പ്ലസ് cos സ്ക്വയർ x എന്ന് കിട്ടി. അതിന്റെ വാല്യൂ എന്താ? 1 ആണ് അല്ലേ? നമ്മൾ പഠിച്ച ഫസ്റ്റ് ഇക്വേഷൻ sin സ്ക്വയർ x പ്ലസ് cos സ്ക്വയർ x ഇസ് ഈക്വൽ ടു 1, okay, which is equal to RHS, hence the proof. ഇനി പത്താമത്തെ പ്രോബ്ലം, sin n plus 1x sin n plus 2x plus cos n plus 1x cos n plus 2x equal to cos x. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. sin x sin y പ്ലസ് cos x cos y, ഇതുപോലെയാണ് ടേംസ് ഇരിക്കുന്നത്. എക്സും വൈക്ക് പകരം വേറെ എന്തോ ടേംസ് ആണ്. പക്ഷെ സൈൻ ഉണ്ട്, കോസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതുപോലത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ അവിടെ ഇരിക്കുന്നത് ഇങ്ങനെയാണ്, നേരെ തിരിച്ചാണ്. കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ, ഇങ്ങനെയാണ് ടേംസ് ഇരിക്കുന്നത്. ഓക്കെ, അത് അങ്ങോട്ട് മാറ്റുന്നതിന് പ്രശ്നമൊന്നുമില്ല. അഡീഷൻ ഇസ് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ, അത് ഏതിന്റെ എക്സ്പാൻഷനാ? കോസ് എക്സ് മൈനസ് വൈയുടെ എക്സ്പാൻഷനാണ്. കോസ് ഒന്നിച്ച് വരുന്നത് കോസിന്റെ എക്സ്പാൻഷൻ ആണ്. ഇവിടെ പ്ലസ് വന്നാൽ ഇവിടെ മൈനസ് ആണ്, കോസ് എക്സ് മൈനസ് വൈ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ n+1x എ എന്നെടുക്കും, n+2x ബി എന്നെടുക്കും. അപ്പൊ ഈ ടേം ഇരിക്കുന്നത് സൈൻ എ സൈൻ ബി പ്ലസ് കോസ് എ കോസ് ബി, അതുപോലെയാണ്. ഇവിടെ എന്ത് ഇരിക്കട്ടെ അത് നമ്മൾ സെയിം ടേം ആണ് അപ്പുറത്തെ സെക്കൻഡ് ടേമിൽ വന്നിരിക്കുന്നത്. n+1x n+2x അപ്പുറത്തുമുണ്ട്. അപ്പൊ n+1x എ എന്നെടുക്കണം, n+2x ബി എന്നെടുക്കണം. ഇതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്താൽ കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി, എക്സും വൈക്ക് പകരം എയും ബി ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ കോസ് എ മൈനസ് ബി ആണ്. അപ്പൊ നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം. വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താം. ഈ ഇക്വേഷൻ കാണുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമ്മൾ മനസ്സിലേക്ക് വരണം. ഓക്കെ, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് cos a minus b equal to cos a cos b plus sin a sin b, or cos x minus y equal to cos x cos y plus sin x sin y. ഈ ഇക്വേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ LHS വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിത് നോക്കി cos A cos B പ്ലസ് sin A sin B ഈക്വൽ ടു cos A മൈനസ് B. ഓക്കെ, ഇവിടെ പ്ലസ് വന്നാൽ ഇവിടെ വരുന്നത് മൈനസ് ആണ്. cos A മൈനസ് B. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു cos n പ്ലസ് 1 x, ഇതാണ് നമ്മുടെ A, മൈനസ് n പ്ലസ് 2 x. ദാറ്റ് ഈസ് ഈക്വൽ ടു cos, ഈ എക്സ് കൊണ്ട് ഈ രണ്ട് ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് ഇൻറ്റു എൻ, എൻ എക്സ്, 1 ഇൻറ്റു എക്സ് ഇസ് എക്സ്, എൻ എക്സ് പ്ലസ് എക്സ്, മൈനസ് അതുപോലെ ഇവിടെ പുറത്തേക്കുന്ന എക്സ് കൊണ്ട് ഈ രണ്ട് ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം, ബ്രാക്കറ്റ് ഇടണം, എൻ എക്സ് പ്ലസ് 2x. അവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഈ മൈനസ് സൈൻ ഇല്ലതുകൊണ്ട് ബ്രാക്കറ്റ് ഇടണം, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. വിച്ച് ഇസ് കോസ് എൻ എക്സ് പ്ലസ് എക്സ്. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, മൈനസ് എൻ എക്സ് മൈനസ് 2x വരും. ഈ മൈനസിനെ ബ്രാക്കറ്റിന്റെ അകത്തേക്ക് എടുത്തു. സോ ദിസ് ഇസ് ഈക്വൽ ടു കോസ് എൻ എക്സ് മൈനസ് എൻ എക്സ് ക്യാൻസൽ ചെയ്ത് പോകും, എക്സ് മൈനസ് 2x ഉണ്ടാകും. എക്സ് മൈനസ് 2x ഇസ് മൈനസ് എക്സ്. കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് കിട്ടും. കോസ് ഓഫ് മൈനസ് എക്സ് ഇസ് കോസ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ആർ ഓഫ് ദിസ്. ഓക്കെ, ഇതാണ് പ്രൂഫ്. അപ്പോൾ നമ്മൾ ഇന്ന് 10 പ്രോബ്ലംസ് സോൾവ് ചെയ്തു. എക്സസൈസ് 3.3 10 പ്രോബ്ലംസ് ആണ്. ഈ എല്ലാ പ്രോബ്ലംസും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഒരു പ്രാവശ്യം ചെയ്ത് പഠിക്കണം. ഓക്കെ.